CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ആലത്തൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ വിജയത്തിനായി LDF എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി പ്രകടനവും പൊതുയോഗവും നടത്തി. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് എരുമപ്പെട്ടി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. അവസാനഘട്ട പ്രചരണ പര്യടനമാണ് പൂർത്തിയാകുന്നത്. ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് എരുമപ്പെട്ടി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. എരുമപ്പെട്ടി കരിയന്നൂർ കോളനിയിൽ നിന്നാരംഭിച്ച് കൊടുമ്പ് സെന്ററിൽ സമാപിച്ചു. LDF പന്നിത്തടം ലോക്കൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. KPCC വിചാർ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനായി വാഹന പ്രചരണം സംഘടിപ്പിച്ചു. LDFന്റെ നേതൃത്വത്തിൽ തെക്കൻ പാലയൂരിൽ സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് നൈറ്റ് മാർച്ചും തെരഞ്ഞെടുപ്പ് പൊതുയോഗവും സംഘടിപ്പിച്ചു. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ചാവക്കാട് റോഡ് ഷോ നടത്തി. MLA NK അക്ബർ, മുൻ MLAയും CPM തൃശൂർ ഏരിയ സെക്രട്ടറിയുമായ KV അബ്ദുൾ ഖാദർ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. വാക്വം ക്ലീനറിൽ നിന്ന് ഷോക്കേറ്റ് പെയിന്റിംഗ് തൊഴിലാളി മരിച്ചു. ഗുരുവായൂർ സ്വദേശി കോറോട്ട് ശ്രീദേശാണ് മരിച്ചത്. ജോലിക്കിടെ വീട് കഴുകി വൃത്തിയാക്കുന്നതിനിടയിലാണ് ഷോക്കേറ്റത്. ചെമ്മണ്ണൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ചെമ്മണ്ണൂർ സ്വദേശികളായ സജിത, മാധവി, സജിത് എന്നിവർക്കാണ് പരിക്കേറ്റത്. സംഭവത്തിൽ കുന്നംകുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുന്നയൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടത്തി. വേനലിൽ തരിശിട്ട് കിടക്കുന്ന പാടശേഖരത്തിൽ തണ്ണിമത്തൻ കൃഷി ചെയ്ത് വിജയം നേടിയിരിക്കുകയാണ് കുണ്ടന്നൂർ വാഴപ്പള്ളി വീട്ടിൽ സേവി. വേലൂർ പുലിയന്നൂരിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ മറിഞ്ഞ് അതിഥി തൊഴിലാളിയായ ഡ്രൈവർക്ക് പരിക്ക്. മണ്ണുത്തിയിൽ താമസക്കാരനായ ആസാം സ്വദേശി അസ്ലമിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ അസ്ലമിനെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹൃദയാഘാതം മൂലം ഷാർജയിൽ വെച്ച് മരണമടഞ്ഞ പെരുമ്പിലാവ് പൂഴിക്കുന്നത്ത് ഉമ്മറിന്റെ മകൻ ഷാനുവിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് ഖബറടക്കി. ഏപ്രിൽ 10 ഷാർജയിലെ താമസ സ്ഥലത്ത് വെച്ചാണ് ഷാനു മരിച്ചത്. ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിലെ വിശുദ്ധ ഗീവർഗീസ് സഹദ ചാപ്പലിന്റെ പെരുന്നാൾ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ആഘോഷിച്ചു. പ്ലാസ്റ്റിക് ഇല്ലാത്ത കച്ചവട സ്ഥാപനങ്ങൾ പ്ലാസ്റ്റിക്കും യൂസർ ഫീയും നൽകണമെന്ന ഗുരുവായൂർ നഗരസഭയുടെ നിലപാട് മാറ്റണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. പൈതൃകം ഗുരുവായൂരിന്റെ ഭാഗവതോത്സവത്തിന്റെ ഭാഗമായി ആചാര്യ സംഗമം സംഘടിപ്പിച്ചു. ഗുരുവായൂർ പന്തായിൽ അയ്യപ്പ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.